മഹാകുംഭമേളയെ അധിക്ഷേപിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരെ പ്രതിഷേധമുയരുന്നു. കുംഭമേളയിലെത്തി ഗംഗാസ്നാനം നടത്തിയാൽ പട്ടിണി മാറുമോ, തൊഴിൽ ലഭിക്കുമോ എന്നായിരുന്നു ഖാർഗെയുടെ പരാമർശം. ഖാർഗെയുടെ പരാമർശത്തിനെതിരെ ബിജെപിയും ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നുവെന്നതിന്റെ സൂചനകളും പുറത്തുവരുന്നുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന, ലോകത്ത് തന്നെ ഒരു സംഗമം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാകുംഭമേളയെയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ അപമാനിച്ചിരിക്കുന്നത്. പതിവ് ശൈലി തന്നെയാണ്, അവർ എപ്പോഴും വച്ചു പുലർത്തുന്ന ചില രാഷ്ട്രീയ പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് മഹാകുംഭമേളയെ അധിക്ഷേപിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിവാദത്തിനും ഇടയാക്കിയിരിക്കുന്നത്. രോഹിണി, ഇന്നലെ മധ്യപ്രദേശിൽ നടന്ന ഒരു റാലിയിലാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ കുംഭമേളയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത്. അതായത് കുംഭമേളയിൽ ത്രിവേണി, കുംഭമേളയുടെ നമുക്കറിയാം ഇതിൻ്റെ ഈ പ്രധാന ചടങ്ങ് എന്നുള്ളത് ആ സ്നാനം, അതായത് ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഗംഗാനദിയിൽ സ്നാനം നടത്തിയാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യമാണ് ഈ ഖാർഗെ ഈ ഇന്നലെ നടന്ന റാലിയിൽ ഉയർത്തിയത്. മാത്രമല്ല, ഇവിടെ കുട്ടികളടക്കം അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, അവർ പട്ടിണി മരണങ്ങളിലേക്ക് നീങ്ങുന്നു, തൊഴിൽ ലഭിക്കാത്തവർ ധാരാളമുണ്ട്, അവർക്ക് തൊഴിലുള്ളവർക്ക് അവർക്ക് വേതനം ലഭിക്കുന്നില്ല. ഇതിനെല്ലാം പരിഹാരമാകുമോ കുംഭമേള കൊണ്ട് എന്നുള്ള ചോദ്യമായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെ ഉയർത്തിയത്. അതേസമയം വലിയ പ്രതിഷേധങ്ങളാണ് മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെ ഉയരുന്നത്. അതായത് രാഹുൽ ഗാന്ധി നൽകിയ തിരക്കഥ പ്രകാരമാണ് ഈ ഇത്തരം പരാമർശങ്ങൾ ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ള ഒരു വിമർശനമാണ് BJP അടക്കം ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ഇത് ആദ്യമായിട്ടല്ല ഈ സനാതന ധർമ്മത്തെയും ഹൈന്ദവ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തന്നെ കോൺഗ്രസ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേവലം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ ഭാഗമല്ല. നിരന്തരം ഇത്തരത്തിൽ ഈ സനാതന ധർമ്മത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗായി അധപ്പതിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗായി പരിവർത്തനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അമിത് മാളവ്യ BJPയുടെ IT സെൽ മേധാവി ഇന്നലെ ആരോപിച്ചത്. മാത്രമല്ല, ഈ കുംഭമേള പോലുള്ള ഹൈന്ദവ ആചാരങ്ങളെപ്പറ്റി ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്ന ഖാർഗെയ്ക്ക് എന്തുകൊണ്ട് മറ്റു മതങ്ങളെപ്പറ്റി പറയുവാനുള്ള, അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ ആചാരവിശ്വാസങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുവാനോ അത് പറയുവാനോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ അത് പരാമർശിക്കുവാനോ അദ്ദേഹത്തിന് ധൈര്യമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും BJP ഉയർത്തുന്നു. ഹൈന്ദവ സംഘടനകളും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇത് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ 144 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ഭാരതത്തിലേക്ക് ഈ കുംഭമേളയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലുമായി ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സഞ്ചാരികളും വിശ്വാസികളുമൊക്കെയായി നിരവധി പേരെത്തുന്നു. ടിബറ്റൻ സന്യാസിമാരുടെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സ്വാധു ആനന്ദവനം സൂചിപ്പിച്ച പോലെ ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസിമാരുടെ സാന്നിധ്യമുണ്ട്, നാഗസന്യാസിമാരുണ്ട്. ഇങ്ങനെ വലിയ ഒരു മഹാ ഉത്സവമായി അവിടെ നടക്കുന്നു. ആ ഉത്സവത്തെയാണ്, അല്ലെങ്കിൽ ആ ആഘോഷത്തെയാണ്, അല്ലെങ്കിൽ ആ ആചാരത്തെയാണ് മല്ലികാർജ്ജുന ഖാർഗെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങളുണ്ടാകുന്നു. പ്രധാനമായും മല്ലികാർജ്ജുന ഖാർഗെയെ പ്രകോപിപ്പിച്ചത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കുടുംബവും അവിടെ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം നടത്തിയിരുന്നു. മാത്രമല്ല, അതിനു മുമ്പ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അതേപോലെ തന്നെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരും അവിടെ ഈ കുംഭമേള നഗരിയിലെത്തി ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തിരുന്നു. അങ്ങനെ BJP നേതാക്കൾ ഇങ്ങനെ നിരന്തരം സ്നാനം അല്ലെങ്കിൽ കുംഭമേളയിൽ എത്തി സ്നാനം നടത്തുന്നു. ഇതുകൊണ്ട് രാജ്യത്തിന് പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നുള്ളത് തന്നെയാണ് ഖാർഗെ ആരോപിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ കുംഭമേള സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ഏതാണ്ട് 6400 കോടി രൂപയുടെ ബഡ്ജറ്റ് ഇതിലേക്ക് വെച്ചെങ്കിലും ഏതാണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവിടെ നിന്നും ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് യാതൊരുവിധ ഗുണവുമില്ല എന്നുള്ളത് പ്രയാഗ്രാജിലെത്തി പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണെന്നിരിക്കെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാതെ കേവലം രാഷ്ട്രീയ വൈര്യത്തിൻ്റെ പേരിലാണ് ഇത്തരം ആരോപണങ്ങൾ, അല്ലെങ്കിൽ കുംഭമേളയെയും അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും ഒക്കെ തന്നെ സംബന്ധിച്ചുള്ള അധിക്ഷേപ വർഷങ്ങൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ മാപ്പ് പറയണമെന്നുള്ള ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഹൈന്ദവ സംഘടനകളടക്കം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. മാത്രമല്ല, ഇതിനോടകം തന്നെ BJPയുടെ IT സെൽ മേധാവിയും അതേപോലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി കൂടുതൽ നേതാക്കളും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.